ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ചില്ലി സോസേജിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ്. എല്ലാവരും ഇതൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനായി ഞാൻ ഒരു പാക്കറ്റ് സോസേജ് ഇങ്ങനെ ചെറുതായി കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ മതി. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സോസേജ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അടുപ്പത്തൊരു പാന് വെച്ചിട്ട് അതിലേക്കൊരു 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഇതിന് അത്ര യോജിച്ചതല്ല, അപ്പോൾ നമുക്ക് സൺഫ്ലവർ എടുക്കാം. ഇട്ട് വെച്ച ഈ സോസേജ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് ഡീപ്പ് ഫ്രൈ അല്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ സോസേജ് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് മാക്സിമം ഒരു 5 മിനിറ്റ് മതിയാവും ഇതൊന്ന് നന്നായി വെന്ത് കിട്ടുന്നതിനായിട്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ച് ചില്ലി സോസേജിനായിട്ടുള്ള മസാലകൾ തയ്യാറാക്കാം. അപ്പോൾ ഇതിനായി ഞാൻ അടുപ്പത്തൊരു പാത്രം വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 6 വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചെറുതായിട്ടാണ് ചെയ്തിരിക്കുന്നത്, അതുകൂടി ചേർക്കാം. അടുത്തതായി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെ ഈ ഒരു സൈസിൽ അരിഞ്ഞിട്ട് അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി നിങ്ങൾക്ക് പേസ്റ്റായിട്ട് എടുക്കണമെന്നില്ല. ഇഞ്ചി ഒരു കഷ്ണം എടുത്ത് നന്നായി ചോപ്പ് ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതിയാവും. ഇനി ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളക് ഇങ്ങനെ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളകേ എടുത്തിട്ടുള്ളൂ, കാരണം നമ്മൾ സോസേജിൽ തന്നെ കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പച്ചമുളക് മതിയാവും. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ സൈസ് ക്യാപ്സിക്കം അരിഞ്ഞു കൊടുത്ത് ഇടുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ സോസേജ് മാരിനേറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ തന്നെ അതിൽ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കാവുന്നതാണ്. അടുത്തതായി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർക്കാം. ഒരു ടീസ്പൂൺ റെഡ് ചില്ലി സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തായി ഞാൻ ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് ഒരു 2-3 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി കൊടുക്കാം. ഇനി നമുക്കത് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്
നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, സാധാരണ മുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് ഒരുപാട് കൂടുതലാവും. അപ്പോൾ അതിന് കുറച്ച് കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അടുത്തതായി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സോസേജ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചില്ലി സോസേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. അതുകൂടി ചേർത്തി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്പൈസി ചില്ലി സോസേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നിങ്ങൾ സോസേജ് വാങ്ങിക്കുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക കൂടി വേണേ. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് അമർത്തണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം.